ഇനി ലോക്കൽ ബോഡികളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ള തത്വം നടപ്പാക്കിയതിന് ശേഷം ഇത്രമാത്രം കഴുത്ത് ഞെരിച്ചു കൊന്നൊരു സർക്കാർ വേറെയുണ്ടോ? ഇപ്പോഴത്തെ കണക്ക് ഞാൻ പറയാം. 2025-26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുക 8452 കോടിയാണ്. ഇതുവരെ അനുവദിച്ചത് 2165 കോടിയാണ്. ഇപ്പോൾ ഈ ക്വാർട്ടർ കൂടി തീരുകയാണ്, ഇലക്ഷനാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ ജനുവരിയായി, അവസാനത്തെ ക്വാർട്ടറായി. ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. 25% ആകെ ചിലവാക്കിയിട്ടത്. പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റാണ്, ഒരേപോലെ പോവാണ് പ്ലാൻ. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ പട്ടികജാതി പട്ടികവർഗക്കാരാണ്. പ്ലാൻ വർദ്ധിച്ചാൽ മാത്രമേ അവരുടെ 10%, 2% കൂടിയിട്ട് അവരുടെ തുക വർദ്ധിക്കും. എന്നിട്ട് പ്ലാൻ ഫണ്ടിൽ നിന്നും വ്യാപകമായ വെട്ടിക്കുറവുകളാണ്. 500 കോടി പട്ടികജാതിക്കാരുടെയും 112 കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിക്കുറച്ചു. പ്ലാനിൻ്റെ സൈസ് തന്നെ വലുതാവുന്നില്ല. സാധാരണ ഓരോ ഗവൺമെൻറ്റുകളും വരുമ്പോൾ അവർ വന്നപ്പോൾ മുതൽ 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ പ്ലാനിൻ്റെ സൈസ് ഒരു 30% മുതൽ 50% വരെ വർദ്ധിക്കും. ഇത് പ്ലാൻ വർദ്ധിക്കുന്നില്ല. എന്നിട്ട് ആ പ്ലാൻ തന്നെ വലിയ ശതമാനം കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ സ്ഥിതി? ഈ സ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അപകടകരമായ നിലയിൽ ഈ സംസ്ഥാനത്ത് ഇവർ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കണം. കഴിഞ്ഞ പോലെ ആദ്യത്തെ കൊടുത്തു, രണ്ടാമത്തേത് ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു. ഡിസംബറിൽ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ട്രഷറിയിൽ നിയന്ത്രണം, കൂടുതൽ മാറാൻ പറ്റില്ല. ഈ കൊടുത്തത് വെറുതെ, കൊടുത്തത് കടലാസിലായി. 3 ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതി, 22-ാം തീയതി ട്രഷറി അടച്ചു. അപ്പോൾ 23-ാം തീയതി കിട്ടിയത് വെറുതെ 22-ാം. ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണക്കുകൾ പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകരാറിലാക്കി. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് തെരുവ് പട്ടികളുടെ ശല്യം കേരളത്തിൽ ഭയങ്കരമായി വർദ്ധിച്ചു. 3.5 ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു. എന്താ ചെയ്യണമെന്ന് ഗവൺമെൻറ്? എത്ര പേരെ മരിക്കുന്നത്? ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ മരിക്കുകയാണ്. 3.5 ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു, തെരുവ് പട്ടികൾ കടിച്ചു, പേയിളകിയ പട്ടികൾ ഉൾപ്പെടെ കടിക്കുകയാണ്. എന്താ കേരളത്തിൽ വരുമോ? ഇതൊക്കെ ഒരു വാർത്തകളൊക്കെയായി ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും വന്ന് ഇത്രയും പട്ടി മലയാളിയെ കടിച്ച പട്ടിയുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ വരുമോ? എന്താണ് സർക്കാർ ചെയ്തത്? ഒന്നും ചെയ്യുന്നില്ല. എല്ലാ നഗരങ്ങളിലും വെള്ളക്കെട്ടാണ്. ഒരു പദ്ധതിയില്ല, ഒരു പരിപാടിയും ഇല്ല. 9.5 വർഷമായി ഒരു പരിപാടിയില്ല. അപ്പോൾ UDFന് കൃത്യമായ പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. ഞങ്ങളതെല്ലാം പ്രഖ്യാപിക്കും. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഞങ്ങൾ അവതരിപ്പിച്ച വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ വാർഡുകളിലും വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങൾ ഈ സർക്കാരിനെ വിചാരണ ചെയ്യുകയും ചെയ്യും. അന്തിമമായ ഒരു വിചാരണയ്ക്ക് മുൻപായി നടക്കുന്ന ഒരു വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഒമ്പതര കൊല്ലം ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ഇവർ മാനിഫെസ്റ്റോയിൽ കൂടി അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കൊരു ചോദ്യമുണ്ട്, മറുചോദ്യം. ഇപ്പോഴത്തെ ചോദ്യത്തിന് 2021 മാനിഫെസ്റ്റോയിൽ LDF പറഞ്ഞു ഞങ്ങളെ ജയിപ്പിച്ചാൽ, അവരെ ജയിപ്പിച്ചാൽ ഞങ്ങൾ 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്താണ് അതൊക്കെ കണ്ടിട്ട്. അധികാരത്തിലിരുന്ന് 4.5 വർഷക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ച. അപ്പം കഴിഞ്ഞ 4.5 കൊല്ലം ഈ ജനങ്ങളെ കബളിപ്പിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? ഈ തെരുവ് നായയുടെ ശല്യം ഇനി എപ്പോഴാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോണേ? ഇത്രയും വലിയ അവസരം 10 വർഷത്തോളം അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ ചെറുവിരൽ അനങ്ങാതെ, അവരുടെ കാലത്തല്ലേ ഇത്രയും തെരുവ് പട്ടികൾ വർദ്ധിച്ചത്? ഇല്ലേ? ഉണ്ടായിരുന്നതിൻ്റെ ഒരു 500-600% കണക്ക് നോക്കിയാൽ അറിയാം തെരുവ് പട്ടികൾ വർദ്ധിച്ചത്. ഒന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും 3.5 ലക്ഷം ആളുകളെ എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല. എന്ത് വിശ്വാസമാണ് ഇവർ പറയുന്നതിനുള്ളത്? പിന്നെ ദാരിദ്ര്യം ശരി, യഥാർത്ഥത്തിൽ ആശ്രയ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതിവർ തകർത്തു. അതിൽ തന്നെ കണക്ക് 1.5 ലക്ഷം പേര് ഉണ്ടായിരുന്നു. അതൊരു കണക്ക് വെച്ചിട്ടാണ് അഗതികളും മറ്റും ആയിട്ടുള്ള ആളുകളെയാണ് ആശ്രയ പദ്ധതി വെച്ചത്. അതിവർ പൊളിച്ചു കൊടുത്തു. ഇല്ലേ? ഇവരെന്നിട്ട് ഇവർ തന്നെ ഇവരുടെ മാനിഫെസ്റ്റോയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. 4 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകൾ 5,95,000 പേരുണ്ടെന്ന്. പിന്നെ ഈ 64,000 പേരിലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത്? നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും അതീവ ദരിദ്രരായ, അല്ലെങ്കിൽ എന്ത് വാക്കുപയോഗിച്ചോ, പരമദരിദ്രരായ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, ഈ ഷീറ്റ് കെട്ടി അതിൻ്റെ കീഴെ താമസിക്കുന്ന, എന്നാൽ മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, 2 നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര പേരുടെ കഥകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു? അപ്പോൾ ഇവരുടെ ഈ അതീവ ദരിദ്ര രഹിത സംസ്ഥാനം എന്ന് പറയുന്നതിന് എന്ത് റെലവൻസ്? എല്ലാം PR പ്രൊപ്പഗാൻഡയാണ്. PR പ്രൊപ്പഗാൻഡ, ഒരു അടിസ്ഥാനം ഇല്ലാതെ വെള്ളപൂശമാണ്. PR-നെ വെച്ചിട്ട്, PR ഏജൻസികളെ വെച്ച് വെള്ളപൂശമാണ്, വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ തുറന്നു കാട്ടും. ഞങ്ങളെ കണക്കുകൾ വെച്ച് തുറന്നു കാട്ടും. അല്ല, എല്ലാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും വരുമല്ലോ.